അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വചനം ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഈ വചനത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധമുണ്ട്. അദ്ദേഹം പറയാൻ, ഇന്ന റജുല ലയുസല്ലി 60 സനതൻ, ഒരു മനുഷ്യൻ 60 വർഷം നമസ്കരിക്കണം. 60 വർഷം നമസ്കരിച്ച ഒരു മനുഷ്യൻ, പക്ഷേ വലാ തുഖ്ബലു മിൻഹു സ്വലാത്തുൻ, ഒരു നമസ്കാരം പോലും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നില്ല. 60 വർഷം നമസ്കരിച്ചിട്ടും നമസ്കാരം സ്വീകരിക്കപ്പെടാത്ത ഒരു വ്യക്തി അബൂ ഹുറൈറയോട് ചോദിച്ചു, എങ്ങനെയാണ് അത് സംഭവിക്കുക? 60 വർഷം നമസ്കരിച്ചിട്ടും ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ വലാ ഖിയാമഹാ വലാ ഖുശൂഅഹാ. എന്താണ് 60 വർഷം നമസ്കരിച്ചിട്ടും നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കാത്തത്? ലാ യുതിമ്മു റുകൂഅഹാ, അവൻ റുകൂഅ് പൂർണ്ണമായി ചെയ്യുകയില്ല. വലാ സുജൂദഹാ, സുജൂദും പൂർത്തിയായി ചെയ്യുകയില്ല. വലാ ഖിയാമഹാ, നമസ്കാരത്തിലെ നൃത്തം അത് പൂർത്തിയായി ചെയ്യൂല. വലാ ഖുശൂഅഹാ, നമസ്കാരത്തിലെ ഭയഭക്തി അത് നമസ്കാരത്തിൽ ഉണ്ടാകൂല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണ്. 60 വർഷം നമസ്കരിച്ചിട്ടും ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവൻ റുകൂഅ് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നില്ല, സുജൂദ് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നില്ല. നമസ്കാരത്തിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതവൻ അറിയില്ല. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഖുശൂഅ്, ഭയഭക്തിയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ്. ഈ പറഞ്ഞ കാര്യം സംഭവിക്കാൻ പ്രധാനമായി 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ജഹിലാണ്, അറിവില്ലായ്മ. എന്താണ് നമസ്കാരം? നമസ്കാരത്തിന്റെ രൂപം അവൻ അറിയില്ല. അത് ചെയ്യേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള നമസ്കാരം അവൻ അറിയില്ല. അതുകൊണ്ടത് സംഭവിക്കാം. മറ്റൊരു കാര്യം ഗഫ്ലത്ത് കൊണ്ട് സംഭവിക്കാം, അശ്രദ്ധ കൊണ്ട്. ആ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ നമസ്കാരം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമസ്കാരം. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. അറിവില്ലായ്മ കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും സംഭവിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണത്? നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എപ്രകാരം കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. വളരെ കൃത്യമായി സ്വഹാബത്ത് റസൂലിന്റെ നമസ്കാരം വളരെ കൃത്യമായി രേഖപ്പെടുത്തി. സിഫത്തു സ്വലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ നമസ്കാരത്തിന്റെ രൂപം നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? നമസ്കാരം നിർബന്ധമാണ്. ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നിർബന്ധമാണ് നമസ്കാരം പഠിക്കുക എന്നുള്ളത്. റസൂൽ പറഞ്ഞ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അറിവ് തേടുക എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് അവൻ പഠിക്കണം. എന്താണ് ആ പഠനം? മഹാനായ അബൂ അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയോട് ചോദിച്ചു, എന്താണ് എല്ലാ മുസ്ലിമിനും നിർബന്ധമായിട്ടുള്ള അറിവ് തേടൽ? അദ്ദേഹം പറഞ്ഞു, കുല്ലു അമലിൻ കാന അലൈക ഫർദ, നിനക്ക് നിർബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുള്ള ദീനുൽ ഇസ്ലാമിൽ ഫർളായിട്ടുള്ള ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ
ഫതലബു ഇൽമിഹി അലൈക ഫർദുൻ, അതിനെ സംബന്ധിച്ച് പഠിക്കൽ നിനക്ക് നിർബന്ധമാണ്. വമാ ലം യകുൽ അമലു ബിഹി അലൈക ഫർദ ഫലൈസ തലബു ഇൽമിഹി അലൈക വാജിബ. നിനക്ക് അമൽ ചെയ്യൽ നിർബന്ധമില്ലാത്ത ഒരു കാര്യം അതിനെ സംബന്ധിച്ച് പഠിക്കൽ നിനക്ക് നിർബന്ധമില്ല. പക്ഷെ നമസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോ നമസ്കാരം എന്ന് പറയുന്ന അമൽ സത്യവിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കലും അതിനെക്കുറിച്ച് അന്വേഷിക്കലും പഠിക്കലും നിർബന്ധമാണ്. അതാണ് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ അബൂ അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് നൽകിയ മറുപടി. സുഹൃത്തുക്കൾ, നമ്മൾ പഠിക്കണം, നമസ്കാരത്തെ കുറിച്ച് പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? സിഫത്തു സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ നമസ്കാരത്തിന്റെ രൂപം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ശുറൂത്തു സ്വലാ, നമസ്കാരത്തിലെ ഷർത്തുകൾ, നമസ്കാരത്തിൽ പാലിക്കേണ്ടതായ നമസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ഷർത്തുകൾ. അർക്കാനു സ്വലാ, നമസ്കാരത്തിന്റെ സ്തംഭങ്ങൾ. അതുപോലെ തന്നെ വാജിബാത്തു സ്വലാ, നമസ്കാരത്തിന്റെ നിർബന്ധങ്ങൾ. ഇതൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. 9 ഷർത്തുകൾ, 14 അർക്കാനുകൾ, 8 വാജിബാത്തുകൾ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുന്ന ഒരു റിസാലയുണ്ട്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ, ആധുനികന്മാരായ പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. നമസ്കാരത്തിന്റെ ശുറൂത്തുകൾ, നമസ്കാരത്തിന്റെ അർക്കാനുകൾ, അർക്കാനു സ്വലാ 14 എണ്ണമാണ് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. അത് നമ്മുടെ നമസ്കാരത്തിന് നഷ്ടപ്പെട്ടാൽ നമസ്കാരം തന്നെ ബാത്തിലായി എന്നാണ്. വാജിബാത്തു സ്വലാ, നമസ്കാരത്തിലെ നിർബന്ധങ്ങൾ. സുന്നത്തു സ്വലാ, നമസ്കാരത്തിലെ സുന്നത്തുകൾ. മുബ്തിലാത്തു സ്വലാ, നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. അസ്ബാബുൽ ഖുശൂഇ ഫി സ്വലാ, നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ വിശദമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കണം. വളരെ വിശദമായി, വിശാലമായി പഠിക്കേണ്ട വിഷയമാണ് നമസ്കാരം. നമസ്കാരത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. നമസ്കാരത്തെ കുറിച്ച് പഠിക്കണം, അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം, അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായത്തിൽ ബിഅൗനില്ലാഹി വ തൗഫീഖിഹി അത് സാധിക്കും ഇൻഷാ അല്ലാഹ്. പഠനമാണ് എല്ലാത്തിനും പരിഹാരം. പഠിക്കണം. ഏത് സാധാരണക്കാരൻ പഠിക്കേണ്ട വിഷയമാണ് നമസ്കാരത്തിന്റെ വിഷയം. നമസ്കാരത്തെ സംബന്ധിച്ച് സാമാന്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് വിശദീകരിക്കും. ധാരാളമായി കേട്ട് പരിചയമുള്ള സ്വലാത്ത് എന്ന പദം, സ്വലാത്ത് എന്ന പദം, അതാണ് നമ്മൾ മലയാളത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. ഈ സ്വലാത്ത് എന്ന പദത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് 2 മഅനയാണുള്ളത്, അർത്ഥമാണുള്ളത്. ഒന്ന് അദ്ദുആ, പ്രാർത്ഥന. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ്. രണ്ടാമത്തെ ഒന്ന്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദത്തുൽ മഖ്സൂസ, പ്രത്യേകമായ ഒരു ഇബാദത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ അൽ ഇബാദത്തുൽ മഖ്സൂസ, പ്രത്യേകമായ ഒരു ഇബാദത്ത്. അതിനാണ് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരത്തിന്, സ്വലാത്തിന് പ്രാർത്ഥന എന്ന അർത്ഥം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തു
അത്തൗബയിലെ 103-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. ഇവിടെ അല്ലാഹു തആല വസല്ലി അലൈഹിം, നീ അവരുടെ മേൽ സ്വലാത്ത് നടത്തുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നീ അവർക്ക് വേണ്ടി അവർക്ക് നീ പ്രാർത്ഥിക്കുക എന്നാണ്. ഇവിടെ പ്രാർത്ഥന എന്ന അർത്ഥത്തിലാണ് സ്വലാത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്, ദുആ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിവിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്വലാത്തുല്ലാ, അള്ളാന്റെ സ്വലാത്ത്, സ്വലാത്തുല്ലാഹി അലാ റസൂലിഹി എന്ന് നമ്മൾ പറയാറുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലും. എന്താണ് കൂടുതൽ ഉദ്ദേശം? 3 വ്യാഖ്യാനമാണ് സ്വലാത്തുല്ലാഹ് അലാ റസൂലിഹി എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ അഹ്ലുസുന്നയുടെ വ്യാഖ്യാനം സ്വലാത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ സലാഉല്ലാഹി അലൈഹി ഫിൽ മലഇൽ അഅ്ലാ എന്നാണ്. അല്ലാഹു റസൂലിനെ പുകഴ്ത്തലാണ്. എവിടെ? ഫിൽ മലഇൽ അഅ്ലാ, യാനി ഇൻദൽ മലായിക, മലായികത്തുകളുടെ അടുത്ത്, ആകാശലോകത്ത് മലായികകളുടെ അടുത്ത് അള്ളാഹുവിന്റെ പുകഴ്ത്തലാണ് സ്വലാത്തുല്ലാഹി അലാ റസൂലിഹി എന്ന് പറഞ്ഞാൽ. അതാണ് അഹ്ലുസുന്നയുടെ വ്യാഖ്യാനം. നമ്മൾ വളരെ വിശദമായി കുറച്ചുകൂടി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് സ്വലാത്തുല്ലാഹ്. മറ്റൊരു അർത്ഥം സ്വലാത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തുല്ലാഹ് എന്നാണ്. അത് ആ വാദം അഹ്ലുൽ തഅ്വീൽ അവരുടെ വാദമാണ്. അതിനെ ഖണ്ഡിക്കുന്നുണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ മേൽ അല്ലാഹുവിന്റെ സ്വലാത്തും അതുപോലെ തന്നെ റഹ്മത്തുമുണ്ട് എന്ന് പറഞ്ഞു. സ്വലാത്തും റഹ്മത്തും, സ്വലാത്തിന്റെ അർത്ഥം റഹ്മത്താണെങ്കിൽ പിന്നീട് അപ്പുറത്ത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. എന്താണ്? അൽ അത്ഫു യഖ്തദി അൽ മുഗായറ. അത്ഫ് എന്ന് പറഞ്ഞാൽ അത് മുഗായറത്തിനെ തേടുന്നു എന്നാണ്. അത്ഫ് എന്ന് പറയുന്നത് അത് മുഗായറത്തിനെ തേടുന്നു, മുഗായറത്തിന്റെ വ്യത്യാസത്തെ. ഒരേ കാര്യത്തിന് അത്ഫ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല അറബിയിൽ. സ്വലാത്തും മിർ റബ്ബിഹിം, ഉലൈക സ്വലവാതുൻ അലൈഹിം മിർ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞു. പിന്നെ റഹ്മത്തും എന്ന് പറഞ്ഞതിലേക്ക് അത്ഫാണ്, അതിലേക്ക് ചേർത്തി പറഞ്ഞതാണ്. രണ്ടും ഒന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അൽഅത്ഫു യഖ്തദി അൽ മുഗായറ, മുഗായറത്തിനെ തേടുന്നതാണ്. അപ്പൊ റഹ്മത്തും സ്വലവാത്തും വ്യത്യാസമുണ്ട്, സ്വലാത്തും വ്യത്യാസമുണ്ട് എന്നുള്ളത് ഈ ആയത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ ഉലമാക്കൾ ഖണ്ഡിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഗ്ഫിറത്തുള്ള മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു. സ്വലാത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാപമോചനം എന്നാണ്. പക്ഷെ അഹ്ലു സുന്നയുടെ വളരെ സൂക്ഷ്മമായ അബുൽ ആലിയ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് സനഉഹു അലൈഹി ഇൻദൽ മലായിക, മലായികകളുടെ അടുത്ത് അള്ളാഹു റസൂലിനെ പുകഴ്ത്തലാണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇവിടെ നമ്മൾ നമസ്കാരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്വലാത്ത് ഏതാണ്? അത് അൽ ഇബാദത്തുൽ മഖ്സൂസ, പ്രത്യേകമായ ഇബാദത്താണ്. എന്താണ് നമസ്കാരത്തിന്റെ നിർവചനം? നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഖനിയിൽ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. ഇബാദത്തുൻ ലില്ലാഹി ദാതു അഖ്വാലിൻ വഅഫ്ആലിൻ മഅലൂമത്തിൻ മഖ്സൂസ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ്. മുഫ്തദിഹത്തുൻ ബിത്തക്ബീരി മുഖ്തദിമത്തുൻ ബിത്തസ്ലീം വസുമ്മിയത് സ്വലാത്തൻ ലിസ്തിമാലിഹ അല ദുആ എന്നാണ്. നമ്മൾ വായിക്കുന്ന പുസ്തകം അത് പരിചയപ്പെടുത്താൻ മറന്നുപോയി. സഈദ് ഇബ്നു വഹബ് അൽ ഖഹ്താനി ഹഫിളഹുള്ളയുടെ സ്വലാത്തുൽ മുഅ്മിൻ എന്ന പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളാണ് വായിക്കുന്നത്. അതിൽ നമസ്കാരത്തിന്റെ മഫ്ഹൂമുസ് സ്വലാ, നമസ്കാരത്തിന്റെ നിർവചനം എന്ന തലക്കെട്ടിൽ അതിന്റെ 10ാമത്തെ തലക്കെട്ടിൽ പറയുന്ന കാര്യമാണ്. അതിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. എന്താണ് നമസ്കാരത്തിന്റെ നിർവചനം? ഇബാദത്തുല്ലില്ലാഹി, അല്ലാഹുവിന്റെ ഒരു ഇബാദത്താണ്. ദാതു അഖ്വാലിൻ വഅഫ്ആലിൻ, ചില കർമ്മങ്ങളുള്ള
ചില വചനങ്ങളുള്ള, എങ്ങനെയുള്ള വചനങ്ങൾ? മഅലൂമത്തിൻ മഖ്സൂസ, പ്രത്യേകമായി അറിയപ്പെട്ട ചില പ്രവർത്തനങ്ങളും ചില സംസാരങ്ങളും ചില വചനങ്ങളുമുള്ള ഒരു ഇബാദത്താണ്. അത് മുഖ്തതിഹത്തുൻ ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് ആരംഭിക്കുന്ന, അതുപോലെ തന്നെ മുഖ്തതിമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിക്കുന്ന ഇബാദത്താണ്. അതാണ് നമസ്കാരത്തിന്റെ നിർവചനം. സലാം കൊണ്ട് ആരംഭിക്കുന്ന, തക്ബീർ കൊണ്ട് ആരംഭിക്കുന്ന, സലാം കൊണ്ട് അവസാനിക്കുന്ന ഇബാദത്ത്. വസുമ്മിയത് സ്വലാത്തൻ ലിസ്തിമാലിഹാ അല ദുആ, അതിന് സ്വലാത്ത് എന്ന് പേര് വരാനുള്ള കാരണം അത് പ്രാർത്ഥനയെ, ദുആഇനെ ഉൾക്കൊള്ളുന്നു. ധാരാളക്കണക്കിന് ദുആ അതിലുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇതിന് സ്വലാത്ത് എന്ന് പേര് വരാനുള്ള കാരണം. അതാണ് നമസ്കാരത്തിന്റെ നിർവചനം. നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമസ്കാരത്തിന്റെ ഹുക്കം എന്താ? ഹുക്മുസ് സ്വലാ, നമസ്കാരത്തിന്റെ വിധി. ഇതൊന്നും നിഷേധിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകൂല, എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. നമസ്കാരത്തിന്റെ വിധി ഫർദാണ്. നമസ്കാരം ഫർദാണെന്ന് അംഗീകരിക്കാത്തവർ ഈ സദസ്സിൽ ഉണ്ടാകൂല എന്നാണ് മനസ്സിലാക്കുന്നത്. 5 വഖ്ത് നമസ്കാരം നിർബന്ധമാണ്. അതിന്റെ ഹുക്കം ഫർദ്, വാജിബാണ്. ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആനിലെയും ഹദീസുകളിലെയും തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അസ്സലാത്തു വാജിബത്തുൻ ബിൽ കിതാബി വസ്സുന്ന വഇജ്മാഇൽ ഉമ്മ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ എന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, അതുപോലെ തന്നെ വകതിരിവുള്ള മുസ്ലിമായ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഇജ്മാഉൽ ഉമ്മ, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ്. ധാരാളക്കണക്കിന് വചനങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ മേൽ കിതാബൻ നിർബന്ധമാണ്, മൗഖൂത വഖ്ത് നിർണയിക്കപ്പെട്ട, കൃത്യമായ സമയത്തിലുള്ള, അത് കൃത്യമായ സമയം വെച്ചുകൊണ്ട് നിർബന്ധമായ ഒരു കാര്യമാണ് നമസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 103-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും. വഅലിംഹും, നീ അവിടെയുള്ള നിന്റെ പ്രബോധിത സമൂഹത്തെ അറിയിക്കണം, അന്നല്ലാഹു തആല അലൈഹിം 5 സ്വലവാത്തിൻ, അല്ലാഹു തആല അവർക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫീ കുല്ലി യൗമിൻ വലൈല, രാത്രിയും പകലുമായി 5 നേരത്തെ നമസ്കാരം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ധാരാളക്കണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അടുത്ത ഒരു കാര്യം നമ്മൾ ഈ വിഷയത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസിലത്തു സ്വലാത്തി ഫിൽ ഇസ്ലാം, നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനം. നമസ്കാരം എന്ന് പറഞ്ഞ ഈ മഹത്തായ കർമ്മത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, അസ്സലാത്തു ഇമാദുദ്ദീൻ അല്ലദീ ലാ യഖൂമു ഇല്ലാ ബിഹി, നമസ്കാരം എന്ന് പറഞ്ഞാൽ ദീനിന്റെ സ്തംഭമാണ്. നമസ്കാരമില്ലാതെ ദീൻ ഉണ്ടാകൂല. ആ ദീൻ എന്ന് പറയുന്ന അത് നിലനിൽക്കണമെങ്കിൽ നമസ്കാരം എന്ന സ്തംഭം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅസുൽ അംരി അൽ ഇസ്ലാം വഅമൂദുഹു അസ്സലാത്ത്, നമസ്കാരം ഇസ്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷഹാദത്ത് കലിമ. ഇസ്ലാം കാര്യത്തിന്റെ തല എന്ന് പറഞ്ഞ ഇസ്ലാമാണ്, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. വഅമൂദുഹു, അതിന്റെ സ്തംഭം, തൂണ് എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്. വലിർവതു സിനാമിഹി അൽ ജിഹാദ്, ആ ദീനിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗം എന്ന് പറഞ്ഞാൽ, ഉച്ചി എന്ന് പറഞ്ഞാൽ ജിഹാദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമസ്കാരം എന്ന് പറഞ്ഞാൽ ദീനിന്റെ തൂണാണ്, സ്തംഭമാണ്. ആ തൂണ് വൈദാ സഖദൽ അമൂദു സഖദ മാ ബുനിയ അലൈഹി, ആ തൂണങ്ങൾ വീണു പോയാൽ അതിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ആ കെട്ടിടം തന്നെ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 5 കാര്യങ്ങളുടെ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وحج البيت. പരിചയമുള്ള ഹദീസാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സ്ഥാനം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് അവ്വലു മാ യുഹാസബു അലൈഹി അൽഅബ്ദു മിൻ അമലിഹി. ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം നമസ്കാരമാണ്. അവന്റെ അമലിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് ആദ്യം. وصلاح عمله وفساده بصلاح صلاته وفساده. നമസ്കാരം നന്നാവുക, നമസ്കാരം കേടുവരിക എന്നുള്ളതാണ് അവന്റെ അമലുകൾ നന്നാവുക, അമലുകൾ മോശമാവുക എന്നതിന്റെ അടിസ്ഥാനം. നമസ്കാരം ശരിയായാൽ ബാക്കിയുള്ളത് ശരിയാകും. നമസ്കാരം മോശമായാൽ അതിന് വല്ല പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളത് വളരെ പ്രയാസകരമാണ്. റസൂലുള്ളാഹി പറഞ്ഞു അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം അസ്സലാഹ്, നമസ്കാരമാണ്. ഫഇൻ സലഹത് സലഹ സായിറു അമലി. അത് ശരിയായാൽ അവന്റെ ബാക്കിയുള്ള അമലുകളൊക്കെ ശരിയാകും. എന്നാൽ വഇൻ ഫസദത് ഫസദ സായിറു അമലിഹി. അതെങ്ങാനും അതിന് വല്ല പ്രശ്നമുണ്ടെങ്കിലോ ബാക്കിയുള്ള അമലുകളൊക്കെ ഫസാദായി പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഖിയാമത്ത് നാളിൽ ആദ്യമായി തന്റെ അമലിൽ നിന്ന് ഒരു അടിമ വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം നമസ്കാരമാണ്. അത് നമസ്കാരത്തിൽ ഇസ്ലാമിലുള്ള സ്ഥാനത്തെ അറിയിക്കുന്നു. മാത്രമല്ല, നമസ്കാരത്തിന്റെ സ്ഥാനത്തെ അറിയിക്കുന്ന മൂന്നാമത്തെ കാര്യം ആഖിറു മാ യുഖദു മിനദ്ദീൻ. ദീനിൽ നിന്ന് ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. ഈ ദീന് അതിന്റെ അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. നമസ്കാരം നഷ്ടപ്പെട്ട പിന്നെ എല്ലാം കഴിഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവ്വലു മാ യുർഫഉ മിനൻ നാസി അൽ അമാന. ഈ ഉമ്മത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്നത്, ഇല്ലാതെയാകുന്ന അമാനത്താണ്, വിശ്വസ്തത. വആഖിറു മാ യബ്ഖാ അസ്സലാ. ഏറ്റവും അവസാനം വരെ ബാക്കിയാകുന്ന നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ അമാന വആഖിറുഹു അസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശയത്തിൽ തന്നെ പറഞ്ഞു ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്ന കാര്യം അമാനത്താണ്, ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്ന നമസ്കാരമാണ് ഈ ദീനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ നമസ്കാരത്തിന്റെ സ്ഥാനം, നമസ്കാരത്തിലുള്ള ഇസ്ലാമിലുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ മൻസിലത്ത് വ്യക്തമാക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഖിറു വസിയ്യത്തിൻ ഔസാ ബിഹാ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. റസൂലുള്ളാഹി മരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായി വസിയ്യത്ത് ചെയ്ത നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിൻ ആഖിരി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ബോധക്ഷയനാകുന്ന ബോധം പോകുന്ന സമയത്ത് ബോധം തിരിച്ചു കിട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. നമസ്കാരത്തെ കുറിച്ചുള്ള വസിയ്യത്തായിരുന്നു റസൂലിന്റെ അവസാനത്തെ വസിയ്യത്ത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു. അതും അതിന്റെ സ്ഥാനം. അതുപോലെ തന്നെ അതിന്റെ മൻസിലത്ത് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് മദ്ഹുല്ലാഹി അൽ ഖായിമീന ബിഹാ വമൻ അമറ ബിഹാ അഹ്ലഹു. നമസ്കാരത്തെ സംബന്ധിച്ച് അത് നിർവഹിക്കുന്ന ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തി എന്നുള്ളതും, അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി തന്റെ കുടുംബക്കാരോട് കൽപ്പിക്കുന്ന ആളെ പുകഴ്ത്തി എന്നുള്ളതും അതിന്റെ സ്ഥാനമാണ്. അല്ലാഹു തആല സൂറത്തു മറിയമിലെ 54-55 വചനത്തിൽ പറഞ്ഞു വൽഖുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയാണ് അദ്ദേഹം കരാറുകൾ പാലിക്കുന്ന സത്യസന്ധനായ ആളാണ്, അതുപോലെ തന്നെ റസൂലും നബിയാണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വകാന യഅ്മുറു, അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, സ്വന്തത്തോട് അഹ്ലുകാരോട് തന്റെ കുടുംബക്കാരോട് നമസ്കാരത്തിനും സക്കാത്തിനും അതിനെ സംബന്ധിച്ച് കൽപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ്യ, അദ്ദേഹം അല്ലാഹുവിന്റെ അടുത്ത് തൃപ്തിപ്പെട്ടവനാണെന്ന് പറഞ്ഞു.
അപ്പൊ നമസ്കാരത്തിന് വേണ്ടി കുടുംബക്കാരെ കൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹു തആല അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് നമസ്കാരത്തിന്റെ സ്ഥാനത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു തആല അള്ളാഹുവിന്റെ ആക്ഷേപമാണ്. ആരെ ആക്ഷേപിക്കുക? അള്ളാഹു തആല ആക്ഷേപിച്ചു എന്നുള്ളതാണ്. ആ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന, നമസ്കാരത്തിൽ മടി കാണിക്കുന്ന ആളുകൾ അള്ളാഹു തആല ആക്ഷേപിച്ചു എന്നുള്ള കാര്യമാണ്. അതും നമസ്കാരത്തിന്റെ സ്ഥാനത്തായിരുന്നു. നമസ്കരിക്കാത്ത, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുടെ വിധി എന്ന ഭാഗം നമ്മൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇവിടെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ശക്തമായി അള്ളാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്ന് മടി കാണിക്കുന്ന, മടിയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുനാഫികളുടെ ലക്ഷണമായി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ആക്ഷേപിച്ചതായി കാണാൻ സാധിക്കും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അവർ നമസ്കാരത്തിലേക്ക് നിന്നാൽ അവർ മടിയന്മാരായിക്കൊണ്ടാണ് നമസ്കരിക്കുക. യുറാഊന അന്നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ നമസ്കാരം. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അല്ലാഹുവിനെ വളരെ കുറച്ച് ഓർക്കുള്ളൂ. അപ്പൊ നമസ്കാരത്തിൽ നിർവഹിക്കാത്ത, നമസ്കാരത്തിന് മടി കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു മറിയമിനെ തന്നെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തു മറിയമിലെ 59-ാമത്തെ വചനത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സ്ഥാനം വ്യക്തമാക്കുന്ന കാര്യമാണ് അല്ലാഹു തആല ഈ നമസ്കാരത്തെ അർക്കാനുൽ ഇസ്ലാം, നമസ്കാരത്തിന്റെ റുക്നായി, ഇസ്ലാമിന്റെ റുക്നായി എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, റുക്ൻ എന്ന് പറഞ്ഞാൽ ജാനിബു ശൈഇൽ അഖ്വ, ഒരു വസ്തുവിന്റെ ഏറ്റവും ശക്തമായ ഭാഗമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ 5 തൂണിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വായിച്ചല്ലോ, ഹദീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ 5 തൂണിലാണ് ഇസ്ലാം ഉള്ളത്. ആ 5 തൂണുമാണ് ഇസ്ലാമിന്റെ, ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ്, റുക്കിനിലാണ് ഉള്ളത്. അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ വസ്തുവിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം എന്ന് പറഞ്ഞാൽ അഅ്ളമു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ ഒരു സ്തംഭമാണ് എന്നാണ്. നമുക്കറിയാം, ഒരു വസ്തുവിന്റെ, ഇപ്പോ ഈ കസാരയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ആ കസാരയുടെ 4 കാലുകളാണ് അതിന്റെ റുക്നുകൾ. അതൊന്ന് നഷ്ടപ്പെട്ടാൽ ആ കസാരയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതാണ് ജാനിബു ശൈഇൽ അഖ്വ, ഒരു വസ്തുവിന്റെ ഏറ്റവും ശക്തമായ ഭാഗം എന്നാണ് റുക്നിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സ്ഥാനം വ്യക്തമാക്കുന്ന കാര്യമാണ് മിമ്മാ യദുല്ലു അലാ ഇളമി ശഅനിഹാ അന്നല്ലാഹ ലം യഫ്രിദ്ഹാ ഫിൽ അർദ്. ഈ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം വ്യക്തമാക്കുന്ന, അറിയിക്കുന്ന കാര്യമാണ് അന്നല്ലാഹ ലം യഫ്രിദ്ഹാ ഫിൽ അർദ്, നമസ്കാരം ഭൂമിയിൽ വെച്ചല്ല അത് നിർബന്ധമാക്കിയത്. ബിവാസിതത്തി ജിബ്രീൽ, ജിബ്രീലിനെ മധ്യസ്ഥനാക്കിക്കൊണ്ട്, ജിബ്രീൽ വഴിയല്ല നമസ്കാരം ഭൂമിയിൽ ആ നിലക്കല്ല അല്ലാഹു തആല നിർബന്ധമാക്കിയത്. മറിച്ച് നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയത് വഇന്നമാ ഫറളഹാ ബിദൂനി വാസിതത്തിൻ ലൈലത്തുൽ ഇസ്റാ ഫൗഖ സബി സമാവാത്തിൻ. 7 ആകാശത്തിനപ്പുറത്ത് ഇസ്രായിന്റെ രാത്രിയിലാണ് അല്ലാഹു തആല നമസ്കാരത്തിന് നിർബന്ധം നേരിട്ട് റസൂലിനെ പഠിപ്പിച്ചതാണ്, ജിബ്രീലിനെ വിടാതെ. അതും നമസ്കാരത്തിന് 7 ആകാശത്തിനപ്പുറത്ത് അവിടെ വെച്ചുകൊണ്ടാണ് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ സ്ഥാനത്തെ അറിയിക്കുന്നു. മാത്രമല്ല, നമസ്കാരം അല്ലാഹു തആല അവിടെ നിർബന്ധമാക്കിയ സമയത്ത് 50 വക്തായിരുന്നു നമസ്കാരം. 50 വക്തമല്ല ലൈലത്തുൽ ഇസ്റായുടെ സമയത്ത് ആദ്യം നിർബന്ധമാക്കിയിരുന്നത്. വഹാദാ യദുല്ലു അലാ മഹബ്ബത്തില്ലാഹി ലഹാ, നമസ്കാരത്തോടുള്ള അല്ലാഹുവിന്റെ ഇഷ്ടത്തെ അറിയിക്കുന്നു. 50 വക്ത് എന്റെ അടിമ എനിക്ക് വേണ്ടി നമസ്കരിക്കണം എന്നുള്ളത് നമസ്കാരത്തോടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അറിയിക്കുന്നു. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു? തന്റെ അടിമകൾക്ക് ചുരുക്കി കൊടുത്തു.
ഒരു രാത്രി പകൽ എന്ത് ചെയ്തു? 5 വക്തായി ചുരുക്കി. 50 ഉള്ളത് ആ രാത്രി തന്നെ 5 ആക്കി ചുരുക്കി കൊടുത്തു. പക്ഷെ അത് മീസാൻ, അത് മീസാനിൽ, അള്ളാഹുവിന്റെ മീസാനിൽ, തുലാസിൽ അത് 50ആണ്. 50ന്റെ പ്രതിഫലമാണ്. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. 5 വക്താണ് നമസ്കരിക്കുന്നതെങ്കിലും അമലിൽ അത് 5 ആണെങ്കിലും അത് നാളെ അള്ളാഹുവിന്റെ തുലാസിൽ 50ന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. നമസ്കാരത്തിന്റെ സ്ഥാനത്തെ, മഹത്തരമായ സ്ഥാനത്ത് ഇത് അറിയിക്കുന്നു. ഇതൊക്കെ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളാണ്. ഇനിയും ധാരാളം ശ്രേഷ്ഠതകൾ കാണാൻ സാധിക്കും. നമുക്കറിയാം സൂറത്തു അൽ മുഅ്മിനൂൻ എല്ലാവരും വായിച്ചിട്ടുണ്ടാകുന്ന സൂറത്താണ്, വായിക്കാറില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞ എന്താ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ്. മാത്രമല്ല അല്ലാഹു തആല സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞ് ഇതിൽ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ വല്ലദീന ഹും അൻ ഫുറൂജി വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും എന്നൊക്കെ പറഞ്ഞിട്ട് ഫഇന്നഹും ഗൈറു മലൂമീൻ എന്നിങ്ങനെ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞ അവസാനം അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ ഗുണം ഈ സൂറത്തു അൽ മുഅ്മിനൂൻ അതിൽ അവസാനിപ്പിക്കുന്നത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അവർ അവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കുന്നവരാണ്. ഇവിടെ അല്ലാഹു തആല ഇഫ്തതഹ അല്ലാഹു അഅമാലൽ മുഖ്ലിഈൻ ബിസ്സലാ, സത്യവിശ്വാസികളുടെ വിജയിച്ച ആളുകളുടെ ഒന്നാമത്തെ കർമ്മമായി അല്ലാഹു പറഞ്ഞിട്ടുള്ള നമസ്കാരമാണ്. വഖ്തതമഹ ബിഹാ, അവസാനം പറഞ്ഞത് നമസ്കാരം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു നമസ്കാരത്തിൽ ഖുശൂ. അവരുടെ ഗുണം അവസാനിപ്പിക്കടുത്ത് പറഞ്ഞു അല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല أمر الله النبي محمد صلى الله عليه وسلم وأتباعه أن يأمر بها أهليهم. മറ്റൊരു പ്രത്യേകതയാണ് അല്ലാഹു തആല റസൂലിനോട് കൽപ്പിച്ചു, അതുപോലെ തന്നെ റസൂലിന്റെ അനുയായികളോട് കൽപ്പിച്ചു, തന്റെ കുടുംബക്കാരോട് നമസ്കാരത്തെ ഉപദേശിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാ, നമസ്കാരം കൊണ്ട് നീ നിന്റെ കുടുംബക്കാരെ കൽപ്പിക്കണം, നമസ്കരിക്കണം കുടുംബക്കാരോട് പറയണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് മുറു ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണല്ലോ, അവർക്ക് 7 വയസ്സുള്ളപ്പോൾ അവരോട് നമസ്കാരം കൽപ്പിക്കണം കുട്ടികളോട്. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10, 10 വയസ്സാകുമ്പോൾ അവരെ അടിക്കണം. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. വഫർരിഖു ബൈനഹും ഫിൽ മദാജിഅ, 10 വയസ്സായി അവരുടെ കിടപ്പറ മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൽപ്പിക്കണം, നമസ്കാരം കൽപ്പിക്കണം എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ വന്നതാണ്. മറ്റു കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം പ്രത്യേകം കൽപ്പിക്കണം എന്ന ഹദീസ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമസ്കാരം ഒരാള് ഉറങ്ങി, ഒരാൾ നിസ്കാരം മറന്നു അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ആളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഖളാ കൂട്ടണം. റസൂലുള്ളാഹി പറഞ്ഞു മൻ നസിയ സ്വലാത്തൻ ഫൽയുസല്ലിഹാ, ആരെങ്കിലും നമസ്കാരം മറന്നാൽ അവൻ നമസ്കരിക്കട്ടെ. ഇദാ ദക്കറഹ, അവൻ ഓർമ്മ വരുമ്പോ, നമസ്കാരം മറന്നു ഓർമ്മ വരുമ്പോ നമസ്കരിക്കട്ടെ. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക, ആ ഖളാ വിട്ട എന്നല്ലാതെ അവനെ സംബന്ധിച്ചിടത്തോളം വേറെ നഷ്ടപരിഹാരമല്ല, വേറെ മാർഗമല്ല. അപ്പൊ ഓർമ്മ വരുമ്പോ നമസ്കരിക്കുക. മറന്നാൽ, മറവി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുത്ത് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു മൻ നസിയ സ്വലാത്തൻ ഔ നാമ അൻഹാ ഫകഫാറതുഹാ യുസല്ലിഹാ ഇദാ ദക്കറഹ, ആരെങ്കിലും ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി അവരെ സംബന്ധിച്ചിടത്തോളം അവനത് ഓർമ്മ വരുമ്പോൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മറന്നവർക്കും ഉറങ്ങിയവർക്കുള്ള വിധിയാണ്. ഒരാൾ കുറെ കാലം നമസ്കരിച്ചിട്ടില്ല, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീടാണ് തൗബ ചെയ്തത്. അയാള് 10 വർഷം അല്ലെങ്കിൽ അദ്ദേഹം പ്രായപൂർത്തിയായത് മുതൽ അയാൾ നമസ്കരിക്കണം, അത് ഖളാ കൂട്ടണോ? അതില്ല, അതിന് തെളിവില്ല. നമ്മൾ ഇന്നാണ് നമസ്കാരം തുടങ്ങിയത്, ഇസ്ലാമിക്ക് ഇന്നാണ് വന്നത്, പേര് കൊണ്ട് മാത്രമേ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമസ്കാരത്തെ ആത്മാർത്ഥമായി തൗബ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇവിടെ ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഒരു ഫത്വ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അമ്മാ ഇൻ കാനത്തിൽ മുദ്ദതു അക്തറ മിൻ ദാലിക ഫലാ ഖളാഅ لأن المغمى عليه مدة طويلة أكثر من 3 أيام يشبه المجنون بجامع زوال العقل والله أعلم എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഒരാള് ബോധക്ഷയം സംഭവിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമസ്കാരം കൂട്ടേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്വയിൽ കൊടുക്കാൻ കാണാൻ സാധിക്കും. അയാൾ 3 ദിവസത്തിൽ കൂടുതൽ ബോധം കെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും അദ്ദേഹം ദീർഘകാലം എന്ത് ചെയ്തു, ബോധമില്ലാതെ കിടന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖളാ കിട്ടേണ്ടതില്ല. കാരണം കാരണം ഒരുപാട് കാലം മുദ്ദത്തൻ തവീല അക്തർ മിൻ 3 അയ്യാമിൻ യുശ്ബിഹുൽ മജ്നൂൻ, ഒരുപാട് 3 ദിവസത്തിൽ കൂടുതൽ ബോധം ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവൻ മജ്നൂനെ പോലെയാണ്. ബിജാമിഇ സവാലിൽ അഖ്ൽ വല്ലാഹു അഅലം. ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ബോധമില്ലെങ്കിൽ അദ്ദേഹത്തെ മജ്നൂന്റെ ഹുക്മിലേക്കാണ് ചേർക്കുക. അതുകൊണ്ട് മജ്നൂൻ ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തില്ല, നമസ്കരിക്കേണ്ട ആവശ്യമില്ല, അയാൾ മുക്കല്ലഫല്ല എന്ന നിലക്കുള്ളത് കൊണ്ട് തന്നെ നൽകുന്ന ഒരു ഫത്വ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഖളാ കിട്ടേണ്ടതില്ല എന്നുള്ള വിഷയം. അല്ലാഹു അഅലം. ഇതാണ് നമസ്കാരത്തിന്റെ പ്രത്യേകതകളായി ഇതിന്റെ മൻസിലത്ത്, അതിന്റെ സ്ഥാനമായി കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ അടുത്തത് ഖസാഇസു അസ്സലാത്തി ഫിൽ ഇസ്ലാം. ഇസ്ലാമിലുള്ള നമസ്കാരത്തിൽ അതിന്റെ സ്ഥാനം. ഖസാഇസു സ്വലാത്തി ഫിൽ ഇസ്ലാം. ഖസായിസിന്റെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞ മക്കാലത്താണ്. സ്ഥാനങ്ങൾ, ഇത് പ്രത്യേകതകൾ. നമസ്കാരത്തിനുള്ള സ്ഥാനം ഇസ്ലാമിൽ, ഇത് നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ വായിക്കാൻ ഇൻഷാ അല്ലാഹ്. ഒന്ന്, നമസ്കാരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് സമ്മല്ലാഹു സ്വലാത്ത ഈമാനൻ. അല്ലാഹു തആല നമസ്കാരത്തെ ഈമാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. വിശ്വാസം എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല നമസ്കാരത്തെ ഈമാൻ എന്നതിനെ നമസ്കാരത്തെ ഈമാൻ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം എന്ന് പറഞ്ഞു. അല്ലാഹു തആല നിങ്ങളുടെ ഈമാനെ നഷ്ടപ്പെടുത്തി കളയൂല. ബൈത്തുൽ മഖ്ദിസിലേക്ക് ഖിബ്ലയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. യഅനി സ്വലാതകും ഇലാ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിലേക്ക് നിങ്ങൾ നമസ്കരിച്ച നമസ്കാരം അല്ലാഹു പായാക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച നമസ്കാരമാണ്. അത് ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, ഇതിന്റെ ചില പ്രത്യേകതകൾ കൂടി കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ശരീഅത്തിലുള്ള പല കാര്യങ്ങളിൽ നമസ്കാരത്തെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അംബിയായിലെ 73-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാത്ത്. നാം അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വഹി നൽകി, എന്നിട്ട് വഇഖാമസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കണം എന്നും വഹി നൽകി എന്ന് പറഞ്ഞു. ഇവിടെ ഫിഅലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു, അതിൽ നമസ്കാരം പെട്ടു, നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്തു, ഇവിടെ ഖസ്സഹാ ബിദ്ദിക്രി മഅ ദുഖൂലിഹാ ഫീ ജമീഇൽ ഖൈറാത്ത്. ഇവിടെ എന്ത് ചെയ്തു, ഫിഅലുൽ ഖൈറാത്ത് എന്നതിൽ തന്നെ നമസ്കാരം പെടും, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതിൽ തന്നെ നമസ്കാരം പെടും. പക്ഷെ എന്ത് ചെയ്തു, അല്ലാഹു തആല നമസ്കാരത്തെ പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു. നാം അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വഹി കൊടുത്തു. അതുപോലെ തന്നെ വഇഖാമസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കണം എന്നുള്ള കാര്യം നമ്മൾ അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് നാം വഹി കൊടുത്തു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതും അതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പ്രത്യേകതയായി കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഖുയിലത് ഫിൽ ഖുർആനിൽ കരീം ബികതീരി മിനൽ ഇബാദത്ത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പല കർമ്മങ്ങളുമായി
ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചേർത്തി പറഞ്ഞിട്ടുണ്ടാവുക. ശുദ്ധ ഖുർആൻ ഇപ്പൊ നമസ്കാരവും എന്നുള്ളത് സകാത്തിനോട് കൂടി ചേർത്ത് കാണാൻ സാധിക്കും. ഈ നമസ്കാരത്തിൽ സകാത്തിന്റെ കൂടെ ഇസ്ലാമിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പല ഇബാദത്തിന്റെയും കൂടെ നമസ്കാരത്തെ ചേർത്തു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, ബലികർമ്മം നടത്തുകയും ചെയ്യുക. ബലികർമ്മം എന്ന പ്രവർത്തനത്തോടൊപ്പം നമസ്കാരം ചേർത്തു. അതുപോലെ തന്നെ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, നുസുക്കുള്ള ബലികർമ്മം. അപ്പോ ഇതിനൊക്കെ എന്തെയ്തിട്ടുണ്ട് അല്ലാഹു തആല ഇവിടെ നമസ്കാരത്തെ പല ഇബാദത്തുകളോടൊപ്പം ചേർത്തി പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിന്റെ പ്രത്യേകതയായി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമസ്കാരത്തിന്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, അമറ അല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്തബിറ അലൈഹാ, അല്ലാഹു തആല റസൂലിനോട് കൽപ്പിച്ച കാര്യമാണിത്. നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷമിക്കണം, ക്ഷമിച്ച് ചെയ്യണം അത് എന്ന് പറഞ്ഞു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ നമസ്കാരത്തിന്റെ അഹ്ലുകാരോട്, കുടുംബക്കാരോട് കൽപ്പിക്കണം, അതിനുവേണ്ടി നീ ക്ഷമിക്കണം. അത് ചെയ്യാൻ ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലുണ്ട്. ക്ഷമ, ഒരു കാര്യം ചെയ്യാൻ ക്ഷമ വേണം. സബറുൻ അലാ ത്വാഅത്തില്ല, അള്ളാഹുവിന്റെ അനുസരിക്കാൻ ക്ഷമ വേണം. സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണം, നിസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പെടുക്കാൻ ക്ഷമ വേണം, ഹജ്ജ് ചെയ്യാൻ ക്ഷമ വേണം, അത് ക്ഷമ. അതുപോലെ തന്നെ സബറുൻ അൻ മഹാരിമില്ല, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ഒരു ഹറാമായ കാര്യം ഒഴിവാക്കാൻ ക്ഷമ വേണം. അതുപോലെ തന്നെ സബറുൻ അലാ ഖദാരില്ല, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധി, അള്ളാഹ് ഖദറിൽ ക്ഷമിക്കേണ്ടി വരും. പലതും അള്ളാഹു തആല അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന നിലക്ക് പലതും തരും. ആ സമയത്ത് അള്ളാഹുവിൽ നിന്നാണ്, ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന നിലക്കുള്ള വിശ്വാസം, അള്ളാഹ് ഖദറിലെ വിശ്വാസം, അവിടെ ക്ഷമിക്കേണ്ടി വരും. ഇങ്ങനെ 3 രൂപത്തിൽ ക്ഷമ ആവശ്യമായി വരും. ഇവിടെ നമസ്കരിക്കണേ ക്ഷമ വേണം. ഇവിടെ എല്ലാ ഇബാദത്തും എന്താണ്, അന്നഹു മഅ്മൂറുൻ ബിൽ ഇസ്തിബാരി അലാ ജമീഇ ഇബാദാത്ത് ലിഖൗലിഹി തആല വസ്തബിർ ലിഇബാദതി, അല്ലാഹു തആല എല്ലാ ഇബാദത്തിനും ക്ഷമിക്കണം, അതിനുവേണ്ടി ക്ഷമയോടുകൂടി അത് ചെയ്യണം എന്നുള്ളത് സൂറത്തു മറിയമിലെ 65-ാമത്തെ വചനത്തിൽ പറഞ്ഞു. എല്ലാ ഇബാദത്തും വസ്തബിർ ലിഇബാദതി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഇബാദത്തിനും ക്ഷമമാണെന്നുള്ളതിന്റെ കൽപ്പനയുണ്ട്. പക്ഷെ നമസ്കാരത്തിന് പ്രത്യേകം പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നമസ്കാരത്തിന് പ്രത്യേകം ക്ഷമ വേണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല നമസ്കാരം എന്നുള്ളത് ഔജബഹു അല്ലാഹു അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അല്ലാഹു തആല നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല നമസ്കാരം ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമസ്കരിക്കാനുള്ള ബുദ്ധിയുണ്ട്, ആഖിലാണ് ആള്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര വലിയ രോഗിയാണെങ്കിലും അയാൾക്ക് ബോധമുണ്ടോ, അയാൾ നിസ്കരിക്കണം. അതാണ് ഒഴിവ് നൽകിയിട്ടുള്ള അല്ലാഹു തആല. രോഗിക്ക് അല്ലാഹു തആല ഒഴിവ് കൊടുത്തിട്ടില്ല, രോഗി ആൾക്ക് നിസ്കരിക്കണ്ടേ, നിസ്കാരം നിർബന്ധമാണ്. വലാ ഖായിഫൻ, ഒരാൾക്ക് പേടി നിസ്കരിക്കാൻ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ, അയാൾക്ക് അല്ലാഹു ഇളവ് കൊടുത്തു, നിസ്കാരത്തിന് ഇല്ല, അത് നിസ്കരിക്കണം. വലാ മുസാഫിറൻ, യാത്രക്കാരന് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിന് ഇളവ് കൊടുത്തിട്ടില്ല. വലാ ഗൈറ ദാലിക, അതല്ലാത്ത ഏതാണെങ്കിലും. പക്ഷേ ചില സമയത്ത് അല്ലാഹു തആല ചില റുഖ്സകൾ, ഇളവുകൾ നൽകിയിട്ടുണ്ട്. ബൽ വഖഅ തഖ്ഫീഫു ദാറതൻ ഫീ ശുറൂതിഹാ, അതിന്റെ ഷർത്തുകളിൽ, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ചിലപ്പോ ഇളവ് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ വദാറതൻ ഫീ അദദിഹാ, അതിന്റെ എണ്ണത്തിൽ ഇളവുണ്ട്. വദാറതൻ ഫീ അഫ്ആലി, അതിന് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ രൂപത്തിൽ ഇളവുണ്ട്. നിൽക്കാൻ പറ്റാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നമസ്കരിച്ചാൽ മതി. അങ്ങനെ പല കാര്യങ്ങളും എന്തുണ്ട്, ഇളവുകളുണ്ട്. പക്ഷേ വലം തസ്ഖുത് മഅ തബാത്തിൽ അഖ്ൽ, ബുദ്ധിയുള്ളതോടൊപ്പം നമസ്കാരം ഒരിക്കലും അവന്റെ ബാധയിൽ നിന്ന് ഒഴിഞ്ഞു പോകൂല എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകളുണ്ടാവും, വയസ്സായി കിടക്കണേ, ബുദ്ധി ഉണ്ടാവും, അവർക്ക് കിടപ്പിലായിരിക്കും. അവിടെ നമ്മൾ ചെന്ന് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൽപ്പിക്കണം. അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ബുദ്ധി ഉണ്ടോ, ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത ആളെ സംബന്ധിച്ചു പോട്ടെ, പറ്റാത്ത ആളുകളൊക്കെ നമ്മൾ ചെന്ന് പറയണം. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും,
പ്രായമായിട്ട് നമസ്കരിക്കാൻ പറ്റാത്ത കിടപ്പിലാണെങ്കിൽ ഇവിടെ ചെന്ന് അവരോട് പറയേണ്ട കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ വേറെയും ഒരുപാട് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. നമ്മുടെ സമയപ്പെടാം. അതുപോലെ തന്നെ അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിലാണ് ഇതിന് ഇസ്തറത്തല്ലാഹു ലഹ അക്മലുൽ അഹ്വാൽ, ഏറ്റവും നല്ല രൂപത്തിൽ പരിപൂർണമായ രൂപത്തിലാണ് അല്ലാഹു തആല ഇതിന് ഷർത്ത് വെച്ചിട്ടുള്ളത്. എന്ത്? നമസ്കരിക്കുമ്പോൾ മിനത് തഹാറ, ശുദ്ധി ഉണ്ടാകണം, വസീനത്തി ബിൽ ലിബാസ്, നല്ല വസ്ത്രം ധരിക്കണം, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ. അത് വസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയണം. മിമ്മ ലം യസ്തരിദ് ഫീ ഗൈരിഹ, മറ്റു കർമ്മങ്ങളിൽ അല്ലാഹു തആല ഷർത്ത് വെക്കാത്ത മറ്റു പല ആളുകൾക്കും ഈ ഷർത്തില്ലല്ലോ. ഖിബ്ലക്ക് നേരെ തിരിയുക, ശുദ്ധി ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ രൂപത്തിൽ നല്ല വസ്ത്രം ധരിക്കുക നമസ്കാരത്തിന് മാത്രമല്ല ചില പ്രത്യേകതയാണ്. അപ്പോ ഈ നിലയ്ക്ക് ഇതിന് അല്ലാഹു തആല പ്രത്യേകം നിബന്ധന വെച്ചു എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ഇസ്തഅമല ഫീഹാ ജമീഅ അഅ്ളാഇൽ ഇൻസാൻ, മനുഷ്യന്റെ എല്ലാ അവയവങ്ങൾക്കും അതിലെന്തുണ്ട്? ജോലിയുണ്ട്, പണിയുണ്ട്. മിനൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, നാവിനും ഹൃദയത്തിനും അതുപോലെ തന്നെ അവയവങ്ങൾക്കൊക്കെ അതിന് നല്ല പങ്കുണ്ട്. വലൈസ ദാലിക ലിഗൈരിഹാ, മറ്റ് നമസ്കാരമല്ലാത്ത കർമ്മങ്ങൾക്ക് അതില്ല എന്നാണ്. പല കർമ്മങ്ങൾക്കും അതില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഖൽബിന്റെ ലിസാനി ജവാരിഹിന്റെയും സാന്നിധ്യമുള്ള വേറെ ധാരാളം അമലുകൾ ഉണ്ട്. മാത്രമല്ല നഹാ യസ്തഗില ഫീഹാ ബിഗൈരിഹാ ഹത്താ ബിൽ ഖത്റതി വൽ ലഫ്ളതി വൽ ഫിക്ര, റസൂൽ അല്ലാഹു തആല വിരോധിച്ച കാര്യമാണത്. നമസ്കരിക്കുമ്പോ വേറുള്ള ചിന്തകളിൽ ശുഗലാകാൻ പാടില്ല, വേറുള്ള കാര്യങ്ങളിൽ ശുഗലാകാൻ പാടില്ല. ബിൽ ഖത്റ, ഏതുപോലെ? ഹത്താ ബിൽ ഖത്റ, ഏതുപോലെ? മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരിക, അതുപോലെ തന്നെ വല്ലഫ്ളതി വൽ ഫിക്രതി, ചില കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ പല കാര്യങ്ങളും ചിന്തിക്കുക. നമസ്കരിക്കുമ്പോൾ അത് പാടില്ല. പലതും തോന്നിയത് പറയാൻ പറ്റൂല, തോന്നിയത് ചിന്തിക്കാൻ പറ്റൂല. ഖസ്റത്ത് എന്ന മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. അതുപോലും എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും മനസ്സിലേക്ക് നമ്മൾ അറിയാതെ ചിന്ത വരും. അതിലൊന്നും ശുഗലാകാൻ പാടില്ല നമസ്കാരത്തിൽ എന്നുള്ളതാണ്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ ചില കാര്യങ്ങൾ പറയുമ്പോ അസ്ബാബുൽ ഖുശൂഇ ഫി സ്വലാ, നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ പഠിക്കാനാണ്. മുമ്പ് നമ്മളിവിടെ വെങ്കിടങ്ങ് ക്ലാസ് എടുത്തിരുന്നു. അസ്ബാബുൽ ഖുശൂഇ ഫി സ്വലാ 33 സബബൻ ലിൽ ഖുശൂഇ ഫി സ്വലാ എന്ന് പറയുന്ന കിതാബ്. അപ്പോ നമ്മളത് വീണ്ടും ആവർത്തിച്ചു പഠിക്കണം. അതുപോലെ തന്നെ വേറെയും ചില പ്രത്യേകതകൾ ഇതിൽ കൊടുത്തതായി കാണാൻ സാധിക്കും. യദീനുല്ലാഹി അല്ലദീ യദീനു ബിഹി അഹ്ലുസ് സമാവാതി വൽ അർദ് വഹിയ മിഫ്താഹു ശറാഇൽ അംബിയാ വലം യുബ്അത് നബിയ്യുൻ ഇല്ലാ ബിസ്സലാ. ആകാശഭൂമിയിലെ എല്ലാ ആളുകളും അല്ലാഹുവിലേക്ക് കീഴ്പ്പെടുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. അത് കർമ്മങ്ങളുടെ അമ്പിയാക്കന്മാരുടെ ശരീഅത്തിന്റെ താക്കോലാണ്. ഒരു പ്രവാചകനും നമസ്കാരമില്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു കാര്യം അല്ലാഹു തആല പറഞ്ഞത് ഖുലിനത് ബിത്തസ്ദീഖ് ബിഖൗലിഹി ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കذب വതവല്ല എന്ന് സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞത്. അവർ സത്യപ്പെടുത്തിയില്ല, നമസ്കരിച്ചില്ല. അവർ വിശ്വാസം ക്ലിയറാക്കിയില്ല, അതുപോലെ നമസ്കരിച്ചിട്ടില്ല. അപ്പോ ഈ അവർ സത്യപ്പെടുത്തിയിട്ടില്ല എന്ന തസ്ദീഖിന്റെ കൂടെ നമസ്കാരത്തെ ചേർത്തി പറഞ്ഞു, വിശ്വാസത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞു എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രത്യേകതയായി ഇതിൽ കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി അടുത്ത കാര്യം നമസ്കാരത്തിന്റെ അത് ഉപേക്ഷിക്കുന്നവന്റെ വിധിയാണ്. നമുക്കറിയാം നമസ്കാരത്തിന്റെ വിഷയത്തിൽ പല ആളുകളും പല രൂപത്തിലാണ്. തീരെ നമസ്കരിക്കാത്ത ആളുകൾ,
തീരെ നമസ്കാരം ഉണ്ടാവില്ല. വേറെ ചില ആളുകൾ നമസ്കാരം തന്നെ നിർബന്ധമല്ല എന്ന് പറഞ്ഞു വാദിക്കുന്ന ആളുകൾ, മുസ്ലിം പേരുള്ള പല ആളുകളുണ്ട്. നമസ്കാരം നിർബന്ധമല്ല, ഈ രൂപത്തിൽ കാണുന്ന രൂപത്തിൽ നമസ്കാരമൊന്നുമില്ല. വേറെ ചില ആളുകൾ 5 വക്ത് നമസ്കാരമല്ല, അതിന്റെ വക്ത് എണ്ണം, അതിന്റെ സമയം കുറച്ചിട്ടു. വേറെ ചില ആളുകൾ ചില സമയത്ത് നമസ്കരിക്കും, അവർക്ക് തോന്നുമ്പോ നമസ്കരിക്കും, റമദാനിൽ പ്രത്യേകിച്ച് നമസ്കരിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമസ്കരിക്കും. അങ്ങനെ ചില സന്ദർഭത്തിൽ അവർക്ക് തോന്നുന്ന സമയത്ത് നമസ്കരിക്കുന്ന ആളുകൾ. ചില ആളുകൾ 5 വക്ത് നിസ്കരിക്കും, പക്ഷെ എന്താണ്, അവര് അതിന് സമയമൊന്നും ഉണ്ടാവില്ല. ആ സമയം പാലിക്കാതെ സുബൈ 8 മണിക്ക്, അതുപോലെ തന്നെ സുബഹിയും, അതുപോലെ ദുഹറും അസറും മഗ്രിബും ഇശാവും ഒക്കെ ഇശായുടെ സമയത്ത് ഖളാ കിട്ടുന്ന സമ്പ്രദായം. അങ്ങനെ ചില ആളുകൾ നമസ്കാരത്തിന്റെ വിഷയം. വേറെ ചില ആൾ 5 വക്ത് നമസ്കരിക്കും, പക്ഷേ നമസ്കാരത്തിന്റെ യാതൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വെറുതെ നമസ്കരിക്കുന്നവർ 5 വക്ത് അവർ നിസ്കരിക്കും, അത് വാജിബാണ് അവരുടെ ജീവിതത്തിൽ, അത് എല്ലാ ദിവസവും ഉണ്ടാകും. അവരുടെ ജഹ്ല് കൊണ്ട് നമസ്കാരത്തിൽ പാലിക്കേണ്ടതൊന്നും പാലിക്കൂല. വേറെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമസ്കാരം എന്താണെന്ന് എഴുതി വായിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഗഫ്ലത്ത് കൊണ്ട് അതിൽ ഖുശൂ അല്ലെങ്കിൽ അത് കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാത്ത ആളുകൾ, അങ്ങനെ ചില ആളുകൾ. എന്നാൽ വളരെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പരമാവധി ഖുശൂഇന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുണ്ട്. ഇങ്ങനെ പല തട്ടുകളിലാണ്. ഇവിടെ നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ വിധി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള കാരണം, നമ്മൾ പഠിക്കേണ്ടതാണ് ഈ വിഷയം എന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ വീട്ടിൽ പല ആളുകളുണ്ടാവും മുസ്ലിം പേരില്, അവർ ഈ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത ആളുകളായിരിക്കും. അവരെ വിദ്യ എന്താ? ഈ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും, നിർബന്ധ നമസ്കാരം ഒഴിവാക്കൽ, ഉപേക്ഷിക്കൽ കുഫ്റാൻ. فمن تركها جاحدا لوجوبها كفر كفرا اكبر باجماع اهل العلم. ഒരാൾ നമസ്കാരത്തിന്റെ നിർബന്ധത്തെ തന്നെ നിഷേധിച്ചു, അത് നിർബന്ധമൊന്നുമില്ല എന്ന നിലക്കാണ് ഒരുത്തൻ നമസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചുകൊണ്ടാണ്, നിസ്കാരം നിർബന്ധമല്ല എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ നിസ്കാരം ഉപയോഗിച്ചു. വലവു സ്വല്ല, ഇനി ആ നിർബന്ധത്തെ നിഷേധിച്ചാലും അവൻ നിസ്കരിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി. കാരണം അള്ളാഹുവും റസൂലും കൃത്യമായി പറഞ്ഞാൽ അത് നിർബന്ധമാണ്. പിന്നെ അത് നിർബന്ധമല്ല എന്ന് പറയണമെങ്കിൽ എന്താണ്? അവൻ ആയത്തുള്ള ഹദീസുകൾ നിഷേധിക്കണം. പല കാര്യങ്ങളും അതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അള്ളാഹാണ് ശാരി എന്നതിനെ അവൻ നിഷേധിക്കണം. അള്ളാഹാണ് ശറഅ് ഉണ്ടാക്കാൻ, അള്ളാഹാണ് വിധിക്കുന്നവൻ എന്നുള്ള കാര്യം അവൻ നിഷേധിക്കേണ്ടി വരും. എങ്കിലും അവന് ഫർളല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആരെങ്കിലും നമസ്കാരത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാണെന്നുള്ള ഏക അഭിപ്രായമുണ്ട്, ഇജ്മാഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരുത്തൻ, അമ്മാ മൻ തറക സ്വലാത ബിൽ കുല്ലിയ വഹുവ യഅതഖിദു വുജൂബഹ വലാ യജ്ഹദുഹ ഫഇന്നഹു യക്ഫുർ. വേറൊരുത്തൻ നമസ്കാരം മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്, നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം ഒഴിവാക്കി, അവനും കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ളതാണ്, അവനും കാഫിറാണ്. والصحيح من أقوال أهل العلم أن كفره أكبر يخرج من الإسلام. ഇത്തരത്തിൽ മടി കൊണ്ടോ മറ്റോ നിസ്കാരം നിർബന്ധമാണെന്നൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ പറ്റൂല. അവന്റെ നമസ്കാരം ഉപേക്ഷിക്കുന്ന കാരണത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരുപാട് തെളിവുകളുണ്ട് ആ വിഷയത്തിൽ. എന്താണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അത് കൊണ്ടുവരുന്നത്. ഒരുപാട് തെളിവുകൾ ഈ ഗ്രന്ഥത്തിൽ, പല തെളിവുകളും ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. നാളെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താണ് നരകത്തിൽ പ്രവേശിക്കാനുള്ള, സഖറിൽ പ്രവേശിക്കാനുള്ള കാരണം ചോദിച്ചപ്പോ അവർ പറയുന്ന കാര്യം എന്താ? നമ്മൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ പല തെളിവുകളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ
ഇതിൽ ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഹദീസുകൾ വായിക്കാം. ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തർക്കു സ്വലാ. ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം. ശിർക്ക് കുഫർ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ വമൻ തറകഹാ ഫഖദ് കഫർ. നമ്മൾക്കും അതുപോലെ തന്നെ അവർക്കുമിടയിലുള്ള കരാർ അത് നമസ്കാരമാണ്. വമൻ തറകഹാ ഫഖദ് കഫറ. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. മടി കൊണ്ട് ഉപേക്ഷിച്ച വാജിബല്ല, നിസ്കാരം നിർബന്ധമല്ല എന്നുള്ള നിലക്കാണ് നിഷേധിക്കുന്നെങ്കിൽ അവൻ കാഫിറാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇനി ഒരാൾ മടി കൊണ്ട് നമസ്കാരം ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കി നിസ്കാരം നിർബന്ധമാവും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവനും കാഫിറാണെന്നാണ് അഹ്ലുസുന്നയുടെ പ്രബലമായ അഭിപ്രായം. അതിൽ ചില പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ പറയാം. എന്നാൽ മറ്റു ചില ആളുകൾ മടി കൊണ്ട് ഉപയോഗിച്ചാൽ അവൻ കാഫിറാവുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാഹ് പറയാണ്, كان أصحاب محمد صلى الله عليه وسلم لا يرون شيئا من الأعمال تركه كفر غير الصلاة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരു അമലുകളെ കൂട്ടത്തിൽ ഒന്നിനെയും അവർ കണ്ടിരുന്നില്ല അത് ഉപേക്ഷിച്ചാൽ കുഫ്റാകും, നമസ്കാരമല്ലാതെ വേറൊരു കർമ്മത്തിനും അങ്ങനെ അവർ കണ്ടിരുന്നില്ല എന്നാണ്. ഒരാൾ നോമ്പ് ഒഴിവാക്കി, അയാൾ കാഫിറാണെന്ന് സഹാബത്തിന് അഭിപ്രായമല്ല. ഒരാൾ സക്കാത്ത് കൊടുക്കണില്ല, അയാൾക്ക് വമ്പിച്ച കുറ്റുണ്ട് ഖബറിലും പരലോകത്തൊക്കെ. പക്ഷേ ഒരു അമൽ ഒഴിവാക്കിയതിന്റെ പേരിൽ കുഫ്റാകുന്ന ഒറ്റ പ്രവർത്തന സഹാബത്ത് കണ്ടില്ല, അത് നിസ്കാരാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള കർമ്മങ്ങളെ പോലെയല്ല. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് ഒഴിവാക്കുന്നവരെ സംബന്ധിച്ച് ഖബറിൽ ശിക്ഷ ഉണ്ട്, അവരെ പോലെ തന്നെ പരലോകത്തിൽ ശിക്ഷ ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായി നസ്സു എന്ന വിഷയമാണ്. പക്ഷെ ഒരാൾ നോമ്പ് ഒഴിവാക്കി, മടി കൊണ്ട് നോമ്പ് ഒഴിവാക്കി, പക്ഷെ അയാൾക്ക് പട്ടിണി കിടക്കാൻ പറ്റൂല, അയാൾ നോമ്പ് ഒഴിവാക്കി, അയാൾ കാഫിറാണോ? കാഫിറല്ല. പക്ഷെ നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും അത് നിർബന്ധമല്ല എന്ന വിശ്വാസത്തിൽ അത് ഒഴിവാക്കി, അത് കുഫ്റാണ്. അത് കുഫ്റാണ്. അല്ലാഹു റസൂൽ നിർബന്ധാക്കിയ ഒരു കാര്യത്തെ നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചത് തന്നെ കുഫ്റാണ്, ശിർക്ക്. അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണ്ടോ, ഒരാൾ നോമ്പ് എടുക്കുമ്പോൾ അതൊന്നും നിർബന്ധമല്ല എന്നുള്ള വിശ്വാസമാണെങ്കിൽ അത് കുഫ്റാണ്. അല്ലാത്ത നിലയ്ക്ക് ഒരാൾ മടി കൊണ്ടോ മറ്റു ശഹവത്ത് കൊണ്ടോ നോമ്പോ ഹജ്ജോ സക്കാത്തൊക്കെ ഒഴിവാക്കിയാൽ അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും, وقد حكى إجماع الصحابة على كفر تارك الصلاة غير واحد من أهل العلم. സഹാബത്തിന്റെ ഇജ്മാ റിവായത്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ ഒന്നിൽ കൂടുതൽ പല പണ്ഡിതന്മാരും സഹാബത്തിന്റെ ഇജ്മാ ഹികായത്ത് ചെയ്തിട്ടുണ്ട്. വഖദ് ഹക്ക ഇജ്മാ അസ്സഹാബത്തി അലാ കുഫ്രി താരിഖി സ്വലാ ഗൈറു വാഹിദി മിൻ അഹ്ലിൽ ഇൽം എന്നാണ്. അതുപോലെ തന്നെ وذكر الإمام ابن تيمية أن تارك الصلاة يكفر الكفر الأكبر ل10 وجوه. ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ വലിയ കുഫറാണ് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും 10 കാരണങ്ങൾ കൊണ്ട്, 10 തെളിവുകൾ, 10 നിലയ്ക്ക് 10 കാരണം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ وأورد الإمام ابن القيم رحمه الله أكثر من 22 دليلا على كفر تارك الصلاة على كفر تارك الصلاة. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് 22 തെളിവ്
നമസ്കാരം ഉപേക്ഷിച്ചവൻ എന്താണ് വലിയ കുഫറാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതിന് തെളിവായിക്കൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം 22ഓളം തെളിവുകൾ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. 22ഓളം തെളിവുകൾ. നമസ്കാരം ഉപേക്ഷിച്ചവനെ കാഫിറാണെന്ന വിഷയത്തിൽ അത് തെളിയിക്കുന്ന 22ഓളം തെളിവുകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ വഖദ് ദല്ല അലാ കുഫ്രി താരിഖി സ്വലാ الكتاب والسنة وإجماع الصحابة. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്നതിൽ ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഇജ്മാഉം അത് തെളിയിച്ചിട്ടുണ്ട്. ആ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സഹാബത്തിന്റെ ഇജ്മാഉ കൊണ്ടും തെളിഞ്ഞ വിഷയമാണ്, അത് അറിയിച്ചിട്ടുള്ള വിഷയമാണ് അവർ കുഫറിലാണെന്നുള്ള കാര്യം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ പറഞ്ഞത് എന്താ? നമസ്കാരം ഉപേക്ഷിക്കുക വളരെ വളരെ ഗുരുതരമായ കാര്യമാണ്. മാത്രമല്ല അത് കുഫ്റാണ് എന്നുള്ളതാണ്. നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ വീടുകളിൽ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത പല ആളുകളുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുകയും വേണമെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. നമസ്കാരത്തിന് സമയം പാലിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ജമാഅത്തായി നമസ്കരിക്കുന്ന കാര്യത്തിൽ ഒക്കെ ശ്രദ്ധിക്കണം. ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനും ധാരാളം തെളിവുകളുണ്ട്. നമസ്കാരം നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ റിസാല കാണാൻ സാധിക്കും. തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ റിസാലയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധ കാര്യം. അത് മാത്രം നമ്മളൊരു വിഷയമായിട്ട് പഠിക്കണം. ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന തെളിവുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, അതുപോലെ തന്നെ വആതു സകാത വർകഉ മഅർ റാകിഈൻ എന്ന് പറഞ്ഞു. നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ സകാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ വർകഉ മഅർ റാകിഈൻ, നിങ്ങൾ റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. ഇവിടെ നമസ്കാരം നിർവഹിക്കണം, നിങ്ങൾ സകാത്ത് കൊടുക്കണം, വർകഉ മഅർ റാകിഈൻ, റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യണം. നമസ്കാരം നിർവഹിക്കണം എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു വർകഉ മഅർ റാകിഈൻ, റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യണം. റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യണം, ജമാഅത്തിൽ പങ്കെടുക്കണം. അത് ജമാഅത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ജമാഅത്ത് നിർബന്ധമാണ് എന്നതിന് തെളിവാണ് ഈ ആഴ്ച. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധനായ വ്യക്തിക്ക് ഒഴിവ് കൊടുത്തിട്ടില്ല. നമ്മൾ കേട്ട കാര്യം, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അതേ എന്ന് പറഞ്ഞപ്പോ നീ അതിന് മറുപടി കൊടുക്കണം. ആ ജമാഅത്തായി അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഹൽ തസ്മഉ നിദ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞപ്പോ എങ്കിൽ അതിന് നീ ഉത്തരം നൽകണം എന്നാണ് ആ സഹാബിയോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ എന്നെ കൊണ്ടുവരാൻ ഒരു ഖായിദില്ല, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ കണ്ണു കാണാത്ത വ്യക്തിയാണ്, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ല എന്ന് കാരണം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സമ്മതിച്ചിട്ടില്ല. അപ്പൊ കണ്ണുള്ള, വാഹനമുള്ള, അടുത്ത് പള്ളിയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അഥവാ ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ഭാഗം ചില കാര്യങ്ങൾ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഫദ്ലുസ് സ്വലാ, നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ. നമസ്കാരത്തിലെ ചില ശ്രേഷ്ഠതകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ ശ്രേഷ്ഠതകളും വായിക്കുന്നതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം.
ഒന്ന് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറഞ്ഞാൽ മഹാതെറ്റിൽ നിന്നും അതുപോലെ തന്നെ പാപത്തിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നൊക്കെ നമസ്കാരം അവനെ തടയും. അല്ലാഹു തആല സൂറത്തു അൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വഅഖിമിസ് സ്വലാ ഇന്നസ്സലാത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ ഇന്നസ്സലാത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഫഹ്ശായിൽ നിന്നും മുൻകറിൽ നിന്നും അത് തടയും എന്നുള്ളതാണ്. തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ തെറ്റുകളിൽ നിന്നും നമസ്കാരം അവനെ തടയും എന്നാണ്. നമസ്കാരത്തിന് പ്രത്യേകത, നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ ആ യഥാർത്ഥ റസൂലുള്ളാഹി പഠിപ്പിച്ച നമസ്കാരം കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത, അഫ്ദലുൽ അഅ്മാലി ബഅദ ശഹാദതൈൻ, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലിനോട് അദ്ദേഹം ചോദിച്ചു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണെന്ന് റസൂലിനോട് ചോദിച്ചു. റസൂൽ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുക എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ വീണ്ടും ഇബ്നു മസ്ഊദ് ചോദിച്ചു, തുമ്മ അയ്യു, പിന്നെ ഏതാണ്? പറഞ്ഞു, ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. വീണ്ടും ചോദിച്ചു, എന്താണ്? തുമ്മ അയ്യു. ആ സമയത്ത് റസൂൽ പറഞ്ഞു, അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ് തുകഫിറു സയ്യിആത്ത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് തിന്മകളെ മായ്ച്ചു കളയും. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു, റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ജുനിബതിൽ കബായിർ. ഒരു നമസ്കാരം മറ്റടുത്ത നമസ്കാരം വരെ, 5 വഖ്ത് നമസ്കാരം, അതുപോലെ തന്നെ ഒരു ജുമ അടുത്ത ജുമ വരെ, റമദാൻ അടുത്ത റമദാൻ വരെ, അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കുന്നതാണ്, പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ, വൻ പാപങ്ങൾ ഒരിക്കലും ഇതുകൊണ്ട് പൊറുക്കൂല. വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ പ്രത്യേകം പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന്റെ ലഅനത്തുകൾ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പാപങ്ങൾക്കാണ് കബായിറുകൾ എന്ന് പറയാം. സഗായിർ എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങൾ. കബായിറുകൾ എന്ന് പറഞ്ഞ 7 മഹാപാപങ്ങൾ എന്ന് നമ്മൾ പഠിച്ചത് മാത്രമല്ല, അല്ലാതെ ധാരാളം കണക്കിന് കബായിറുകളുണ്ട്. അള്ളാഹു ലഅനല്ലാഹ്, ലഅന റസൂലുള്ളാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള, ഖബറിലും അതുപോലെ തന്നെ പരലോകത്തൊക്കെ പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടുള്ള പമ്പിച്ച തെറ്റുകൾ, അതാണ് കബായിറുകൾ എന്ന് പറഞ്ഞാൽ. കബായിറുകൾ ചെയ്താൽ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൗബ ചെയ്യണം, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമസ്കാരം പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നൂറുൽ ലിസ്വാഹിബിഹാ ഫിദ്ദുനിയ വൽ ആഖിറ, നമസ്കാരത്തിന് മറ്റൊരു ശ്രേഷ്ഠതയാണ്, ദുനിയാവിലും ആഖിറത്തിലും നമസ്കരിക്കുന്ന ആൾക്ക് പ്രകാശമാണ്. നമസ്കരിക്കുന്ന ആൾക്ക് പ്രകാശം. റസൂൽ പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് റസൂൽ ഇങ്ങനെ പറയും, ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, അന്നഹു ദക്കറ الصلاة يوما, റസൂൽ നമസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഫഖാല റസൂൽ പറഞ്ഞു, മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചാൽ, കാനത് ലഹു നൂറ, അവന് ഒരു പ്രകാശം ഉണ്ടാകും. വബുർഹാനും വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിൽ അവന് തെളിവും അതുപോലെ തന്നെ രക്ഷയും ഉണ്ടാകും നമസ്കാരത്തിൽ ശ്രദ്ധ കാണിച്ചാൽ. വമൻ ലം യുഹാഫിള അലൈഹാ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാതുൻ, എന്ന നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവന് യാതൊരു തെളിവോ അതുപോലെ തന്നെ പ്രകാശമോ രക്ഷയോ ഉണ്ടാവുകയില്ല. വകാന യൗമൽ ഖിയാമത്തി മാ ഖാറൂന,
وفرعون وهامان وأبي بن خلف. നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കാത്ത ആളുകൾ ഖിയാമത്ത് നാളിൽ ആരുടെ കൂടെയായിരിക്കും? മഅ ഖാറൂൻ വഫിർഔൻ വഹാമാൻ വഉബയ്യ് ഇബ്നു ഖലഫ്. ഈ പറഞ്ഞ ആളുകളോട് ഹാറൂന്റെയും ഫിർഔന്റെയും അതുപോലെ തന്നെ ഖാറൂന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും ഒക്കെ കൂടെയായിരിക്കും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്ന ആളുകൾ ബശ്ശിരിൽ മശ്ശാഈന ഫിദ്ദുലം, ഇരുട്ടിൽ നടന്നു പോകുന്ന ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം അവർക്ക് നാളെ ഖിയാമത്ത് നാളിലുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാപങ്ങൾ മായ്ക്കും, അതുപോലെ തന്നെ പരലോകത്ത് അവന്റെ പദവി ഉയർത്തും. അല്ലാഹു തആല നമസ്കാരം കൊണ്ട് പദവികൾ ഉയർത്തും, അതുപോലെ തന്നെ അവരുടെ തിന്മകൾ മായ്ച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസറത്തി സുജൂദ്, തൗബ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, നീ ധാരാളമായി സുജൂദ് ചെയ്യണം. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة. റസൂൽ പറഞ്ഞു, നീ ധാരാളമായി സുജൂദ് ചെയ്യണം. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹ്ക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അല്ലാഹു തആല അത് മുഖേന നിന്റെ പദവികൾ ഉയർത്തും. വഹത്ത അൻക ബിഹാ ഖതീഅ, മാത്രമല്ല അല്ലാഹു തആല നിന്റെ പാപം ആ സുജൂദ് കാരണം, നമസ്കാരം കാരണത്താൽ മായ്ച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പൊ ധാരാളമായി നമസ്കരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് നാളെ പദവികൾ ഉയർത്തും എന്നുള്ളതാണ്, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറയുന്ന വിഷയം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം, കൂടുതലായി മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ രൂപത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമസ്കാരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടെത്തണം. കാരണം ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അത് പഠിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാകണം എന്നുള്ള ചിന്ത ഉണ്ടായാൽ തന്നെ ഇൻഷാ അല്ലാഹ് നല്ലൊരു സംവിധാനം എല്ലാ നാട്ടിലും ഉണ്ടാകും. ഇവിടെ അതിനെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതായി തുടങ്ങിയ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു സംവിധാനമാണ്. ഖുർആൻ പഠിക്കാൻ, അതുപോലെ തന്നെ മദ്രസ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിലുണ്ട്. അപ്പോ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും അവരുടെ തർബിയത്തുൽ ഔലാദ് അതിന്റെ ഭാഗമാണ്. അവരുടെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വേറെ എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അതിലുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോ പറ്റുന്ന ആളുകളൊക്കെ എന്താണ് ഇതിൽ കുട്ടികളെ ചേർത്തുക. മാത്രമല്ല, ഇവിടെ നമ്മൾ പല ക്ലാസ്സുകളും തുടങ്ങണം. എന്തിനാണത്? ദീൻ പഠിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ആ പഠനത്തിന് വേണ്ടിയുള്ള സൗകര്യം നമ്മളെല്ലാവരും ഒന്നിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് മുന്നോട്ട്